ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാദ്ര 2000 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം വേദനയോടുകൂടിയാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വീഡിയോയുമായിട്ടിരിക്കുന്നത്. കാര്യം 2025 തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഓരോ ദിവസമായിരുന്നു കേട്ടോ. നമുക്ക് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം, ഈ വാർത്തകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കണ്ടു ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ വെഞ്ഞാറമൂട്ടിൽ ഒരു മകൻ അമ്മ ഉൾപ്പെടെ തൻ്റെ സ്വന്തം കുഞ്ഞനുജനെ ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തുകയും അമ്മ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ മാതൃസ്നേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. തൻ്റെ മകനാണ് കൊലപ്പെടുത്തിയതെന്നും കൊല്ലാൻ ശ്രമിച്ചതെന്നും പറയാൻ താൻ അല്ലാതെ വീണതാണെന്നൊക്കെയാണ് അമ്മ മൊഴി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടുകാരൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനി, അതും വാർത്ത ഇപ്പോൾ നിർണായകമായി കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ കൊലപ്പെടുത്തിയ കുട്ടികൾ SSLC എക്സാം എഴുതുന്നു. അന്ന് ഒരു റിയാക്ഷൻ പോലെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തിന് വേണ്ട, വെറുതെ എന്തിനാണ് പറഞ്ഞ് നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കാന്നല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റം വരുന്നത്. നമ്മുടെ കേരളത്തിലെ നിയമവ്യവസ്ഥ, കേരളത്തിലല്ല ഇന്ത്യയുടെ നിയമവ്യവസ്ഥ മാറണം. കാര്യം SSLC എക്സാം അവരെഴുതുന്നുണ്ട്. ആ കുറ്റവാളികളാണ് ആ കുട്ടികൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സാം എഴുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ പരീക്ഷയ്ക്ക് 5 മിനിറ്റ് ലേറ്റായി വന്ന കുട്ടികളെ എക്സാം എഴുതിക്കില്ല, അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ എക്സാം എഴുതിക്കില്ല. അതൊക്കെ എക്സാം എഴുതിക്കായിരിക്കുള്ള റീസൺ ആണ്. ഇങ്ങനെ ഒരു കൊലപാതക ശ്രമം നടത്തിയാൽ കൊലപാതകം തന്നെ ചെയ്തു കഴിഞ്ഞു, അവർക്ക് എക്സാം എഴുതാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെയധികം ദുഃഖകരമാണ്. പക്ഷെ ഞാനിന്ന് പറയാൻ വന്നത് ഈ 2 മരണത്തിന്റെ ഇടയിൽ മുങ്ങിപ്പോയ ഒരു മരണമുണ്ട്. ഒരു അമ്മയുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണം ആത്മഹത്യാ ശ്രമമാണ്. കോട്ടയത്തെ ഷൈനിയും മക്കളും തൻ്റെ ഭർത്താവിൽ നിന്നുണ്ടായ നിരന്തരമായ ആക്രമണങ്ങൾ എന്ന് തന്നെ പറയാം. കാര്യം തൻ്റെ മക്കളെ, ഭർത്താവുമായി പിരിഞ്ഞ് നിൽക്കുന്ന ഷൈനിക്ക് തൻ്റെ മക്കളെ മുന്നോട്ട് വളർത്താനായിട്ട് താൻ പഠിച്ച തൊഴിൽ, നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു തൊഴിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കാതെ വരികയും തൻ്റെ മക്കളെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ അമ്മ തൻ്റെ ജീവൻ തന്നെ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത്. റെയിൽവേ റോഡിൽ തൻ്റെ 2 പെൺമക്കളെയും കെട്ടിപ്പുണർന്നു നിന്ന് മരണം സ്വയം ഏറ്റുവാങ്ങി. വളരെയധികം ദുഃഖകരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് വരാം. കുറച്ച് ചെറിയൊരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്, കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. വളരെയധികം ദുഃഖത്തോടുകൂടി കേട്ടോ പറയുന്നത്. കാര്യം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ, അതായത് ഒരു സ്വന്തമായിട്ടൊരു തൊഴിൽ കയ്യിലുണ്ടായിട്ട് പോലും തൻ്റെ മക്കളെ വളർത്താൻ ഇനി പറ്റില്ല, സാധിക്കില്ല, മറ്റുള്ളവർ സമ്മതിക്കില്ല എന്നൊരു സ്റ്റേജ് വന്നപ്പോൾ മരണം തന്നെയാണ് ഇനി ഒരു വഴി എന്നുള്ള രീതിയിൽ അത് തിരഞ്ഞെടുക്കുകയാണ് ഷൈനി ചെയ്തത്. നമുക്ക് ആ ക്ലിപ്പിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. ഉള്ള സ്ഥലത്ത് വാതിലുകൾ മുട്ടാത്ത വാതിലുകളില്ല. അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്തതാണ്. പക്ഷേ ഈ 10-12 വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാവരും കൈയൊഴിയുക ചെയ്തത്. അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല. കത്താസുകാരൊക്കെ പറഞ്ഞ് 1 വർഷം അവളെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. ഈ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് ഈ 1 വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അവർക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു. അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മേലാകിയുണ്ട്, ക്യാൻസറും ഒക്കെ ആയിരുന്നു. അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട. അപ്പൊ അമ്മയ്ക്കും പറയുന്നതിന് ഒരു ഇച്ചിരി ഇതല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു. കാരിത്താസുകാർ ഒരു ഹെൽപ്പ് ഒരു 3 മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകണ്ടൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ. അത് എവിടെ ചെന്നാലും അവർക്ക് ജോലിക്കൊന്നും ഈ കരഞ്ഞ മുഖ പിള്ളേര്, ഈ 2 പിള്ളേരല്ല, മൂത്തതൊരു ആൺകൊച്ചുണ്ട്. അത് ഡോൺ ബോസ്കോയിലാണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ എങ്ങാണ്ട് സോപ്പിട്ട് കൊണ്ടുവന്ന് അതിനെ കണ്ട് ഇവൾക്കെതിരെ കേസ് കൊടുപ്പിച്ചാർന്ന പറഞ്ഞ അമ്മ തല്ലിയെന്നും പറഞ്ഞ് അമ്മ ഉപദ്രവിച്ചെന്നും പറഞ്ഞേ ഈ അച്ഛൻ കെട്ട അച്ഛൻ. പിന്നെ ഇവരിത് ഇപ്പൊ ഈ പെണ്ണ് കെട്ടിയവന്റെ അപ്പനെ ആ ബേബിച്ചേട്ടന് ക്യാൻസറാ. അപ്പം അങ്ങോട്ട് ഇതിനോട് അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുക്കാൻ പറഞ്ഞ് 3 ലക്ഷം രൂപ എങ്ങാണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ പൈസയൊക്കെ ഈ വഴക്ക് കൂടി ഇപ്പൊ അടച്ചില്ലല്ലോ, വീട്ടുകാരത് കൊടുക്കുകയല്ലെന്ന്. ഈ അച്ഛൻ പോണേന്റെ ഒരു 2 ദിവസം മുമ്പ് അങ്ങാണ്ട് കരികുന്നം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയൽക്കൂട്ടംകാർ കൊണ്ട് കേസ് കൊടുത്തേ. ഈ വീട്ടിലേക്ക് എടുത്തതാന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ, അത് ഇവളടയ്ക്കണമെന്നേ. ഇവളവിടെ ചെന്ന് അടയ്ക്കുന്നത് എല്ലാം കൂടി ആയപ്പോഴായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയതാ ഇവളെ കേസ് കോടതിയിലേക്ക് പോട്ടെന്ന്. ഈ പെണ്ണൊരു ശുദ്ധമാവാന്നേ. കാരിത്താസിൽ എങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറി തറന്ന് പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയല്ലെന്ന് പറഞ്ഞ വാശിക്കാരനെ. പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്ത് കയറണമെങ്കിൽ ഈ പെണ്ണ് കെട്ടി കഴിഞ്ഞ് വന്നേ പിന്നെ BSc നേഴ്സാ വന്നേ പിന്നെ ഇവളെങ്ങും ജോലിക്ക് കയറിയിട്ടില്ലല്ലോ.
ഈ ക്യാപ്പ് ഇത്രയും വന്നില്ലേ, ജോലിക്ക് കയറാനും പറ്റുന്നില്ല, എല്ലാം കൂടി ആയിട്ടുള്ള. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ, സോറി, നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇതിൽ ഷൈനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഇന്നത്തെ ഓരോ പെൺകുട്ടികൾക്കും പറ്റുന്ന ഒരു അബദ്ധം തന്നെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമാണ് വലുത് എന്നുള്ള രീതിയിൽ തനിക്ക് കിട്ടിയ വിദ്യാഭ്യാസവും തൻ്റെ ഒരു തൊഴിൽ സാധ്യത, നഴ്സിംഗ് അറിയാമായിരിക്കുമല്ലോ, നഴ്സിംഗ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ആർക്കും വെറുതെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല. കാര്യം അതിനനുസരിച്ചുള്ള ഹോസ്പിറ്റലും മറ്റ് ക്ലിനിക്കുകളും എല്ലാം നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. 13 വർഷമായിട്ട്, അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ഷൈനി തൻ്റെ കരിയർ തുടർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 13 വർഷത്തെ ഗ്യാപ്പ് ഷൈനിയുടെ ലൈഫിലുണ്ട്. അപ്പം നമ്മുടെ 7 വർഷം വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ജോലി സാധ്യത വളരെ കുറവാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിലും ഷൈനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ വന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് കരിത്താസ്, അങ്ങനെയാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൻ്റെ പേര്, കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ ഷൈനിക്ക് 1 വർഷം ഫ്രീ ആയി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ജോലിക്കുള്ള അവസരം തരാമെന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നു. മറ്റ് ബാക്കിയുള്ള ഹോസ്പിറ്റലുകളെല്ലാം ഷൈനിയുടെ റെസ്യൂം റിജക്റ്റ് ചെയ്തു. കാര്യം ഇതിൽ പറയുന്നത് ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ ഒരു പള്ളിയിലെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഓരോരിടത്തും ഷൈനിക്ക് ജോലി കിട്ടാതാക്കിയത് എന്നാണ് പറയുന്നത്. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നൊരു ക്ലിപ്പിംഗ് ഉണ്ട്, നമുക്ക് അതുകൂടെ കേട്ടിട്ട് വരാം. മോൻസ, ഇതിലേ ഞാനിന്ന് ചുങ്കത്തുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ ഫാമിലിയില് ഒരു അച്ഛനുണ്ട്. ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാ. മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം സ്വന്തം പെങ്ങൾ വരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക. ഈ അച്ഛന്റെ മറ്റാണ് ഈ അച്ഛന്റെ പേര്. ഇങ്ങനെയുള്ള ഈ അപരാധികളുള്ളടത്ത് എങ്ങനെ സ്വസ്ഥതയുണ്ടാകും? ഈ ഒരു സഹോദരന്റെ ഇടപെടൽ, അതായത് സഹോദരന്റെ ഇടപെടൽ മൂലം എല്ലായിടത്തുനിന്നും ഷൈനിക്ക് ജോലിയില്ല, നിരസിച്ചു, വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഒരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ 1 വർഷം ഫ്രീ ആയിട്ട് നിന്ന് ജോലി ചെയ്തിട്ട് തന്റെ മക്കളെ മുന്നോട്ട് വളർത്താനുള്ള സാഹചര്യം ഇല്ലാത്തതിന്റെ കാര്യമായിരിക്കണം. കാര്യം 1 വർഷം ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് തന്റെ മക്കളുടെ വിദ്യാഭ്യാസം, തന്റെ മക്കൾക്കുള്ള ഫുഡ്, ഇതൊക്കെ എവിടുന്ന് കൊടുക്കും? ഒരു ജോലിയും ഇല്ലാത്ത ഷൈനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിൽ നിന്നൊക്കെ ഇനി ആരുടെയും സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ നേരെ പോയി മരണത്തിന് കീഴടങ്ങാൻ തീരുമാനിച്ചത്. കാര്യം പക്ഷേ എനിക്ക് ഷൈനിയുടെ ഈ ഒരു നിലപാടോട് ഒരു യോജിപ്പില്ലാത്തത്, ആ കുഞ്ഞുങ്ങളെയും കൂടി പൊരുതി നിൽക്കാൻ ഈ ജോലി അല്ലാതെ വേറെ എന്തെങ്കിലും തൊഴിൽ നോക്കാമായിരുന്നു എന്നൊരു ചിന്ത എനിക്കുണ്ട് കേട്ടോ. കാര്യം നഴ്സിംഗ് സ്റ്റാഫാണ്, എന്നാലും വേറെ എന്തെങ്കിലും ഓഫീസ് വർക്കോ അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും ഒരു കടയിൽ സെയിൽസ് ഗേളായിട്ട് നിന്നാലെങ്കിലും തൻ്റെ മക്കളെ വളർത്താനുള്ള തുച്ഛമായ തുക അവിടെ നിന്ന് കിട്ടുമായിരുന്നു. തുച്ഛമായ എന്തായാലും ഒരു 10 രൂപ സാലറി എടുത്തെങ്കിലും കിട്ടുമായിരുന്നു. അപ്പം തൻ്റെ ആ ഒരു നിമിഷത്തെ വിഷമം കൊണ്ടായിരിക്കണം താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തൻ്റെ മക്കള് ആര് നോക്കും എന്നുള്ള ഒറ്റപ്പെടൽ, ആ ഒരു കുറ്റബോധം, ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കണം തൻ്റെ മക്കളെയും ജീവിതം ഒരുമിച്ച് പോകാന്നുള്ള തീരുമാനത്തിൽ എത്തിയത്. പക്ഷേ തൻ്റെ കരിയർ ആ ഒരു നഴ്സിംഗ് തൊഴിൽ മാത്രമാണെന്ന് കരുതാതെ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചിരുന്നുവെങ്കിൽ, ഒരു നിമിഷം കൂടെ ചിന്തിച്ചിരുന്നുവെങ്കിൽ, നാളത്തെ നമ്മുടെ ആ മക്കൾ വളർന്നു വന്ന് നമുക്ക് നല്ലൊരു ലൈഫ് ലഭിക്കുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഈ ഒരു ഇതിലുണ്ടാവില്ലായിരിക്കും. പിന്നെ വേറൊരു വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡ് അത്രമാത്രം ഇവരെ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കണം, കാര്യം മാനസികമായിട്ട് തളർത്തുന്നുണ്ടായിരിക്കണം. അതായിരിക്കണം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ. അല്ലെങ്കിൽ ആ കുഞ്ഞു മക്കളുടെ മുഖം കണ്ടതിന് ശേഷം ഇങ്ങനൊരു തീരുമാനത്തിൽ 10ഉം 12ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ, പെൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ മുഖം കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്, അത് ഒരുമിച്ച് ജീവൻ നഷ്ടപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത് അത്രമാത്രം അതിക്രമം ഈ ഭർത്താവ് ചെയ്തുകൊണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഇന്നത്തെ ന്യൂസ് കണ്ടായിരുന്നു. ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെയും കുറിച്ചൊക്കെ ഒരുപാട് കുറ്റങ്ങളാണ് നാട്ടുകാർ ഫുള്ള് പറയുന്നത്. അത് തെറി വിളിക്കുകയാണ് ഫുള്ള്. ഈ ഭർത്താവ് എന്തിനിങ്ങനെ കരയുന്നത് വെച്ചാൽ ഒരുപാട് ഫുള്ള് തെറി വിളിക്കുകയാണ്. അയാളെ ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല, എല്ലാവരും പ്രതികൂലിച്ചാണ് സംസാരിക്കുന്നത്. അത്രമാത്രം ക്രൂരതയാണ് ഭർത്താവ് ഷൈനിയോട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇത് ഞാൻ പറയുന്നത് ഇപ്പം ബാക്കി ഇതിൻ്റെ അപ്ഡേഷൻസ് എടുത്തിട്ട് നമുക്ക് നാളെ എന്താണ് കാര്യമെന്നും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പം എന്തായാലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇങ്ങനെയൊന്നും അല്ല പറയാമെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്
അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എല്ലായിടത്തു നിന്നും ഈ കുട്ടിക്ക് റിജക്ഷൻ ഉണ്ടായതെന്നും ഇതിനകത്ത് ആരാണ് ഇടപെട്ടതെന്നും സത്യം പറഞ്ഞാൽ ഇത് എന്താ ചെയ്യിപ്പിച്ച പ്രേരിത ആത്മഹത്യയാണ് കേട്ടോ. അത് സ്വന്തമായിട്ട് ചെയ്തില്ല, ആ മക്കൾക്കും ആ അമ്മയ്ക്കും സംഭവിച്ചത് മറ്റുള്ളവർ അവരെ കൊണ്ട് പ്രേരിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അതിന് കേസ് എടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിരുന്നാലും അവർക്ക് അവരുടെ എന്താ നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരു അമ്മയും മക്കളും ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കട്ടെ. എന്തുണ്ടെങ്കിലും ബോൾഡായിട്ട് നിന്ന് ചങ്കൂറ്റത്തോടു കൂടി മുന്നേറാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു അമ്മയും മക്കളും ഈ ഒരു തീരുമാനത്തിൽ എത്താതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണുന്നവരെല്ലാവരും ടാറ്റാ ബൈ ബൈ, സീ യു.